ഹായ് എവരി വൺ, ECG ഇൻ്റർപ്രിട്ടേഷൻ്റെ 7ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മയോകാർഡിയൽ ഇൻഫാർക്ഷനുള്ളൊരു ECG ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ ECG കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്തോ പ്രശ്നങ്ങളൊക്കെ ഉള്ള ECG ആണെന്ന്. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇതൊന്ന് ഇൻ്റർപ്രറ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമ്മൾ റിതം ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. റിതം അനലൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ലീഡ് 2ൻ്റെ ലോങ് സ്റ്റെപ്പിലേക്ക് നോക്കാം. അപ്പോൾ ഇതിൽ നോക്കുമ്പോഴത്തേക്കും റിതം റെഗുലർ ആണോ ഇറഗുലർ ആണോ എന്ന് ആദ്യം നോക്കാം. നമ്മൾ നോക്കുമ്പോഴത്തേക്കും ആദ്യത്തെ 2 R വേവ്സിൻ്റെ ഇടയ്ക്ക് 1, 2, 3, 4 പിന്നെ ഇതിൻ്റെ 2 ഹാഫ്സ് ഉണ്ട്. ഇതേപോലെ ആണോ അതിൻ്റെ അടുത്തുള്ളത് നോക്കാം. 1, 2, 3, 4 അല്ല, ഇത് രണ്ടും തമ്മിൽ മിസ് മാച്ച് വരുന്നുണ്ട്. അതേപോലെ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് തമ്മിൽ മാച്ച് ആവുന്നില്ല, ഇവിടെ ഡിസ്റ്റൻസ് കൂടുതലാണ്. ഇങ്ങനെയാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഇത് ഒരു റെഗുലർ റിതം അല്ല വരുന്നത്, ഇറഗുലർ ആണ്. അപ്പം റിതം ഇറഗുലർ ആയ സ്ഥിതിക്ക് നമ്മൾ അടുത്തത് ചെയ്യേണ്ടത് എങ്ങനെ ഇതിൻ്റെ റേറ്റ് കണ്ടുപിടിക്കാമെന്ന് നോക്കാം. അപ്പം നമുക്ക് 300 ബൈ നമ്പർ ഓഫ് ലാർജ് ബോക്സസ് ഇൻ ബിറ്റ്വീൻ 2 RR ഇൻ്റർവൽ എന്നുള്ള ഫോർമുല നമുക്കിവിടെ യൂസ് ചെയ്യാൻ കഴിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ അത് റെഗുലർ റിതം ഉള്ള ECGക്കാണ് അത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോങ് ലീഡ് 2ൻ്റെ സ്ട്രിപ്പിൽ 30 സെക്കൻഡിൻ്റെ ഡ്യൂറേഷൻ ഉള്ള എത്ര നമ്പർ ഓഫ് ബോക്സ് നോക്കാം. അതായത് ഒരു ബോക്സ് എന്ന് പറഞ്ഞാൽ ഒരു ലാർജ് ബോക്സ് എന്ന് പറഞ്ഞാൽ 0.2 സെക്കൻഡ് ആണെന്ന് നമുക്കറിയാമല്ലോ. അങ്ങനെ 5 ലാർജ് ബോക്സ് ആകുമ്പോഴത്തേക്ക് നമുക്ക് 1 സെക്കൻഡ് കിട്ടും. അങ്ങനെ 6 സെക്കൻഡ് വരെ കിട്ടണമെങ്കിൽ നമുക്ക് 30 ലാർജ് ബോക്സസ് വേണം. അങ്ങനെ 30 ലാർജ് ബോക്സസ് വരുന്ന അത്രയും കൗണ്ട് ചെയ്യണം. അതിനുശേഷം ആ ഡ്യൂറേഷനിൽ എത്ര R വേവ്സ് വരുന്നുണ്ടെന്ന് കൗണ്ട് ചെയ്താൽ മതി. അപ്പം ഇവിടെ നമുക്ക് നോക്കുമ്പോൾ 1, 2, 3, 4, 5, 6 അപ്പോൾ ഏകദേശം 6 വേവ്സ് വരുന്നുണ്ട്. അപ്പം 6 × 10 60 BPM അപ്രോക്സിമേറ്റ്ലി ആണെന്ന് നമുക്ക് അങ്ങനെയാണ് റേറ്റ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. റേറ്റും റിതവും നോക്കിക്കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ അടുത്തത് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ കാർഡിയാക് ആക്സിസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ആക്സിസ് നോക്കണമെങ്കിൽ നമുക്ക് ആദ്യം 2 ലീഡുകൾ എടുക്കണം. ആദ്യം ലീഡ് 1ഉം AVFും നോക്കണം. AVFിലും ലീഡ് 1ലും പോസിറ്റീവ് ഡിഫ്ലക്ഷൻ ആണ് കാണുന്നത്, രണ്ടിലും പോസിറ്റീവ് ഡിഫ്ലക്ഷൻ ആണ് കാണുന്നത്. നമുക്ക് മനസ്സിലാക്കാം ഇത് നോർമൽ ആക്സിസ് ആണ്, നോർമൽ കാർഡിയാക് ആക്സിസ്. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് P വേവ്, PR ഇൻ്റർവെൽ, QRS കോംപ്ലക്സ് ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ നമുക്ക് നോക്കുമ്പോഴത്തേക്കും P വേവിൽ വലിയ പ്രശ്നമൊന്നുമില്ല. അതായത് 2 മില്ലിമീറ്റർ ആംപ്ലിറ്റ്യൂഡിലാണ്, നമുക്ക് ലെസ് ദാൻ 2 മില്ലിമീറ്ററിലേ വരുന്നുള്ളൂ. അതിനുശേഷം അടുത്ത് നമുക്ക് PR ഇൻ്റർവെൽ നോക്കാം. PR ഇൻ്റർവെൽ നോക്കുമ്പോഴത്തേക്കും 1, 2, 3, 4 സ്മോൾ ബോക്സസ് ആണ് വരുന്നത്. 4 സ്മോൾ ബോക്സ് എന്ന് പറയുമ്പോഴത്തേക്കും 0.04 സെക്കൻഡ് ഇൻറ്റു 4 അതായത് 0.16 സെക്കൻഡ്സ് ആണ് വരുന്നത്. എന്ന് വെച്ചാൽ 160 മില്ലി സെക്കൻഡിൻ്റെ ഏകദേശം അപ്രോക്സിമേറ്റ് ചെയ്ത് 160 മില്ലി സെക്കൻഡ് ആണ് വരുന്നത്. നോർമൽ PR ഇൻ്റർവെലിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 120 to 200 മില്ലി സെക്കൻഡ്സ് ആണ്. അപ്പം വിത്തിൻ ദിസ് റേഞ്ചാണ് PR ഇൻ്റർവെൽ വന്നിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് നോക്കേണ്ടത് QRS കോംപ്ലക്സിൻ്റെ ഡ്യൂറേഷൻ കൂടിയിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം. ഇവിടെ നോക്കുമ്പോഴത്തേക്കും QRS കോംപ്ലക്സ് 1 സ്മോൾ ബോക്സിൻ്റെ ഗ്യാപ്പേ വന്നിട്ടുള്ളൂ. 1 സ്മോൾ ബോക്സ് എന്ന് പറയുമ്പോൾ 0.04 സെക്കൻഡ് അതായത് 40 മില്ലി സെക്കൻഡ്. ഇതൊരു നോർമൽ റേഞ്ചിലാണ് വന്നിട്ടുള്ളത്. എക്സാക്ട്ലി 40 അല്ല, ജസ്റ്റ് 40ൽ നിന്ന് കുറച്ച് കൂടുതലോ ഒക്കെ ആവാം. എക്സാക്ട്ലി 1 ബോക്സ് അല്ല, നമുക്ക് കാണാനുള്ള ലിമിറ്റേഷൻ കൊണ്ട് 40 ആണ് നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്ത് പറയാൻ കഴിയുള്ളൂ. 1 സ്മോൾ ബോക്സ് ആണെന്ന് നമുക്ക് പറയാം. അതിനുശേഷം നമുക്ക് നോക്കേണ്ടത് ST സെഗ്മെൻ്റ് ആണ്. അപ്പം ഇതിൽ മൊത്തത്തിൽ ST സെഗ്മെൻറ്റ് നോക്കുമ്പോഴത്തേക്കും ലീഡ് 2, ലീഡ് 3, ലീഡ് AVF കാണിച്ചു തരാം. ലീഡ് 2, ലീഡ് 3, ലീഡ് AVF നോക്കുമ്പോഴത്തേക്കും ST സെഗ്മെൻറ്റ് എലിവേഷൻ കാണുന്നുണ്ട് അല്ലേ. ST സെഗ്മെൻറ്റ് എലിവേഷൻ എന്ന് പറയുന്നത് മോർ ദാൻ 2 മില്ലിമീറ്റർ ഉണ്ട്. അതായത് ബേസ് ലൈനിൽ നിന്ന് മോർ ദാൻ 2 മില്ലിമീറ്റർ ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ST സെഗ്മെൻറ്റ് J പോയിൻ്റ് എന്ന് പറഞ്ഞ പോയിൻ്റ്. J പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ S വേവ് എൻഡ് ചെയ്യുന്ന പോയിൻ്റാണ് J പോയിൻ്റ് എന്ന് പറയുന്നത്.
അപ്പോൾ ജെ പോയിൻറ്റിൻ്റെ എലിവേഷൻ എന്ന് പറയുന്നത് മോർ ദാൻ 2 millimeter ഫ്രം ബേസ് ലൈൻ ആണെങ്കിൽ നമുക്ക് എസ് ടി എലിവേഷൻ എന്ന് പറയും. നമുക്ക് ലീഡ് 2, ലീഡ് 3, ലീഡ് AVF എസ് ടി എലിവേഷൻ കാണുന്നുണ്ട്. അപ്പം നമുക്ക് എന്ത് പറയാം, അത് ഇൻഫീരിയർ വോൾ മയോകാർഡിയൽ ഇൻഫാർക്ഷൻ ആണെന്ന് പറയാം. കാരണം എന്താ, ലീഡ് 2, ലീഡ് 3, AVF എന്ന് പറയുന്നത് ഹാർട്ടിൻ്റെ ഇൻഫീരിയർ വോളിനെ ഫേസ് ചെയ്യുന്ന ലീഡുകളാണ്. അതുപോലെ തന്നെ നമ്മൾ ലീഡ് AVL നോക്കുമ്പോഴത്തേക്കും ഇവിടെ ഒരു ടി വേവിൻ്റെ ഇൻവേർഷൻ കാണുന്നുണ്ട്, ഇൻവേർട്ടഡ് ടി വേവ്സ് കാണുന്നുണ്ട്. അതേപോലെ ലീഡ് 1ലുള്ള ടി വേവ് എന്ന് പറയുന്നതിനും ചെറിയ ചേഞ്ചസ് കാണുന്നത്, ഒരു ഫ്ലാറ്റനിങ് പോലെ കാണുന്നുണ്ട്. അതേപോലെ നമ്മൾ ചെസ്റ്റ് ലീഡ്സിലേക്ക് വരുമ്പോഴത്തേക്കും V2ലും V3ലും ഒരു ടി വേവ് ചേഞ്ചസ് കാണുന്നുണ്ട്, ടി വേവ് ഇൻവേർഷൻസ് കാണുന്നുണ്ട്. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ലീഡ് 2, ലീഡ് 3, AVFനെ ഓപ്പോസിറ്റ് ഫേസ് ചെയ്യുന്ന ലീഡുകളാണ് AVLും ലീഡ് 1 ഒക്കെ. അപ്പം ലീഡ് 2, ലീഡ് 3, AVFിൽ വരുന്ന ചേഞ്ചസിൻ്റെ റെസിപ്രോക്കൽ ചേഞ്ചസ് ആയിരിക്കും ഈ ലീഡ് 1 AVLൊക്കെ വരുന്നത്. സിമിലർലി വരുന്ന ചേഞ്ചസ് ആണ് V2, V3യിലൊക്കെ വരുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത്. ഇനി ബോണസ് ആയിട്ട് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മളിവിടെ ചെസ്റ്റ് ലീഡ്സിലേക്ക് വരുമ്പോഴത്തേക്കും V1, V2 ലീഡ്സ് കണ്ടല്ലോ. ഇവിടെ ഒരു സ്മോൾ R വേവ് ഉണ്ട്, ഇവിടെ ഒരു വലിയ ആംപ്ലിറ്റ്യൂഡുള്ള ഒരു S വേവ്, അതിന് ഫോളോ ചെയ്തിട്ട് വീണ്ടും ഒരു സ്മോൾ R വേവ് വരുന്നുണ്ട്. അപ്പോൾ ഇതിനെ പറയുന്നത് RS R' പാറ്റേൺ എന്നാണ്. അപ്പം ഈ RS R' പാറ്റേൺ V1, V2ൽ വന്നാൽ അതിന് നമ്മൾ ഇൻകംപ്ലീറ്റ് റൈറ്റ് ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇൻകംപ്ലീറ്റ് എന്ന് പറയാനുള്ളതിന് കാരണം അത് കംപ്ലീറ്റ് റൈറ്റ് ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്കിൻ്റെ ക്രൈറ്റീരിയന് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. കാരണം QRS കോംപ്ലക്സിൻ്റെ വിഡ്ത്ത് നോർമലായിട്ടാണ് വരുന്നത്. റൈറ്റ് ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്ക് ആണെങ്കിൽ അതിൻ്റെ വിഡ്ത്ത് കൂടിയിട്ട് ഡ്യൂറേഷൻ കൂടിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ECGൻ്റെ ഫൈനൽ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഒന്ന് എഴുതി നോക്കാം. റിതം എന്ന് പറയുന്നത് ഇറഗുലർ ആണ്, അപ്പോൾ നമുക്ക് അരിത്മ്യ ആണെന്ന് പറയാം. റേറ്റ് നമ്മൾ കണ്ടുപിടിച്ചു, അറൗണ്ട് 60 BPM ആണ് വരുന്നത്. അതിൽ കൂടുതലോ കുറവോ ആയിരിക്കാം, നമുക്കത് എക്സാക്ട്ലി പറയാൻ കഴിയില്ല, കാരണം അത് ഇറഗുലർ റിതമാണ് വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആക്സിസ് നോക്കി. കാർഡിയക് ആക്സിസ് എന്ന് പറയുന്നത് നോർമലാണ്. നമ്മൾ ലീഡ് 1ഉം AVFും വെച്ചിട്ട് നമ്മൾ ആക്സിസ് ഡിറ്റർമൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ P വേവ്, PR ഇൻ്റർവൽ, QRS കോംപ്ലക്സ്, ഇതൊക്കെ വിത്തിൻ നോർമൽ ലിമിറ്റ്സ് ആണെന്ന് നമുക്ക് മനസ്സിലായി. അതിനുശേഷം നമ്മൾ നോക്കിയതാണ് ST സെഗ്മെൻറ്റ്. ST സെഗ്മെൻറ്റ് നോക്കുമ്പോഴത്തേക്കും ലീഡ് 2, ലീഡ് 3, AVFിൽ എലിവേഷൻ ഉണ്ട്. അപ്പോൾ ലീഡ് 2, ലീഡ് 3, AVFിൽ എലിവേഷൻ ഉള്ളതാണ് നമ്മുടെ പ്രധാന ഫൈൻഡിങ് എന്ന് പറയുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫൈൻഡിങ് ആണ് AVLൽ ലീഡ് 1, V1, V2ൽ വന്നിരിക്കുന്ന റെസിപ്രോക്കൽ ചേഞ്ചസ്. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്, ഡയഗ്നോസിസ് എന്ന് പറയുന്നത് ഇൻഫീരിയർ വോൾ മയോകാർഡിയൽ ഇൻഫാർക്ഷൻ, IWMI എന്ന് നമുക്ക് എഴുതാം. ഇതാണ് നമ്മുടെ ഫൈനൽ ഡയഗ്നോസിസ്. ഇതിൻ്റെ ഒപ്പം നമ്മൾ ഒരു കാര്യം കൂടെ പറഞ്ഞു, ഇൻകംപ്ലീറ്റ് റൈറ്റ് ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്ക്. കാരണം അത് കംപ്ലീറ്റ് റൈറ്റ് ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്കിൻ്റെ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഇൻകംപ്ലീറ്റ് RBB. നമുക്ക് പ്രധാനമായിട്ട് അറിയേണ്ടത് ഇൻഫീരിയർ വോൾ മയോകാർഡിയൽ ഇൻഫാർക്ഷൻ ആണ് എന്നുള്ളതാണ്. ഇൻകംപ്ലീറ്റ് RBB എന്ന് പറയുന്നത് ഒരു സിഡൻ്റൽ ഫൈൻഡിങ് ആയിരിക്കും, പേഷ്യൻ്റ് അത് മുമ്പേ ഉണ്ടായിരിക്കാം. ഒരു പക്ഷേ ഈ മയോകാർഡിയൽ ഇൻഫാർക്ഷൻ കാരണം വന്നതും ആവാം, നമുക്കത് കംപ്ലീറ്റ്ലി എക്സാക്ട്ലി ഡിറ്റർമൈൻ ചെയ്യാൻ കഴിയില്ല.